എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള സ്പോട്ട് അഡ്മിഷൻ എപ്പോഴാണ്, എങ്ങനെയാണ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ വിദ്യാർത്ഥികൾക്ക് അറിയാനായിട്ട് സാധിക്കുക. അതുപോലെ തന്നെ നിലവിൽ SSC ST PWD വിഭാഗത്തിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് നിലവിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും അതുപോലെ തന്നെ വെരിഫിക്കേഷനും കോഡും നൽകി ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ഫീ പേയ്മെൻറ്റ് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക്, അതായത് ആദ്യമായിട്ടാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെങ്കിൽ മാൻഡേറ്ററി ഫീസ് ആയിട്ടുള്ള 920 രൂപ അടച്ചുകൊണ്ട് നിങ്ങൾ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്ത് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് സഹിതം വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതാണ്. വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ ഇവിടെ പ്രസ് റിലീസ് എന്നുള്ള ഭാഗത്ത് ഇവിടെ നൽകിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾ കറക്റ്റായിട്ട് ഇവിടെ ആ ഒരു നിർദ്ദേശം വായിച്ച് നോക്കുക. അതായത് ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്കുള്ള നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ അഡ്മിഷന് പോകുന്ന സമയത്ത് എന്തൊക്കെ എടുക്കണം എന്നുള്ള ഡീറ്റെയിൽസും പ്രത്യേകിച്ച് അതിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങളത് ഡൗൺലോഡ് ചെയ്ത് വായിച്ച് നോക്കുക. ഇനി വിദ്യാർത്ഥികൾ ചോദിച്ച പ്രധാനപ്പെട്ട ആ ഒരു സംശയത്തിലേക്ക് വരാം. നമുക്ക് ഈ ഒരു സ്പോട്ട് അഡ്മിഷൻ അല്ലെങ്കിൽ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്ക് എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ളതാണ്. ഇനി വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സപ്ലിമെൻ്ററി കേട്ട അലോട്ട്മെൻറ്റിൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് മാനേജ്മെൻറ്റ് സൈറ്റിലേക്ക് അഡ്മിഷൻ നേടണമെന്നുണ്ടെങ്കിൽ മാനേജ്മെൻറ്റ് കോട്ട രജിസ്ട്രേഷനുള്ള ലിങ്ക് ഈ ഒരു വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട്. അതിൽ രജിസ്ട്രേഷൻ ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് അടുത്തുള്ള ഏതെങ്കിലും മാനേജ്മെൻറ്റ് കോളേജിൽ പോയിട്ട് നിങ്ങൾക്ക് ആ ഒരു അതിൻ്റെ പ്രിൻ്റ് ഔട്ടും കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് അവിടെ സീറ്റ് ഉണ്ടെങ്കിൽ അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആ ഒരു രീതിയിൽ മാനേജ്മെൻറ്റ് സീറ്റിലേക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾക്ക് നമുക്ക് സ്പോട്ട് അഡ്മിഷൻ്റെ ആ ഒരു ഡീറ്റെയിൽസിലേക്ക് വരാം. അപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ സ്പോട്ട് അഡ്മിഷൻ എന്ന് പറയുന്നത്, അതായത് സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റ് ഇല്ല, അതിന് പകരം സ്പോട്ട് അഡ്മിഷനാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റി നടത്തുന്നത്. പല യൂണിവേഴ്സിറ്റികളും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അല്ലെങ്കിൽ അടുത്ത 4th അലോട്ട്മെൻറ്റോ 5th അലോട്ട്മെൻറ്റോ ഒക്കെ ആയിട്ടാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് നടത്തുന്നത്. എന്നിരുന്നാലും കണ്ണൂർ യൂണിവേഴ്സിറ്റി ആണെങ്കിൽ സ്പോട്ട് അഡ്മിഷൻ എന്നുള്ള രീതിയിലാണ് അലോട്ട്മെൻറ്റ് നടത്തുന്നത്. നിലവിൽ SC ST PWD വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ 17-ാം തീയതിക്കകം അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ അഡ്മിഷൻ എടുത്തിട്ടില്ലെങ്കിൽ സീറ്റ് നഷ്ടപ്പെടുന്നതാണ് എന്നുള്ള കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി വിദ്യാർത്ഥികൾക്കുള്ള അടുത്ത സ്പോട്ട് അഡ്മിഷനാണ്. വിവിധ യൂണിവേഴ്സിറ്റികൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എന്ന രീതിയിലാണ് അഡ്മിഷൻ നടത്തുന്നതെങ്കിലും കണ്ണൂർ യൂണിവേഴ്സിറ്റി സ്പോട്ട് അഡ്മിഷനാണ് നടത്തുന്നത്. അടുത്തതായിട്ട് സപ്ലിമെൻ്ററിക്ക് പകരം സ്പോട്ട് അഡ്മിഷൻ എന്നുള്ള രീതിയിലാണ് അലോട്ട്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ ഈ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ SC ST ഉൾപ്പെടെ, അതായത് ഏതൊരു വിഭാഗത്തിലുള്ള, അതായത് OBC ആയിരുന്നാലും അല്ലെങ്കിൽ നിങ്ങൾക്ക് OBH ആയിരുന്നാലും, അതായത് ഏതൊരു വിഭാഗത്തിൽപ്പെട്ട ഒരു വിദ്യാർത്ഥി ആയിരുന്നാലും നിങ്ങൾക്ക് ഈ ഒരു സ്പോട്ട് അഡ്മിഷന് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. കാരണം പല വിദ്യാർത്ഥികളും ഞാൻ ഇന്ന കാറ്റഗറിയാണെന്ന് അപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഏതൊരു കാറ്റഗറി ആയിരുന്നാലും നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അതിന് പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ വിദ്യാർത്ഥികൾ ഏതൊരു കാറ്റഗറിയിൽ ആയിരുന്നാലും നിങ്ങൾക്ക് ഈ ഒരു സ്പോട്ട് അഡ്മിഷനുള്ള രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. അതിൻ്റെ രജിസ്ട്രേഷൻ ആരംഭിക്കുന്നത് ജൂലൈ 18 മുതൽ 19-ാം തീയതി വരെയും അതിനുശേഷം പിന്നീട് സ്പോട്ട് അഡ്മിഷൻ കോളേജ് വൈസ് നടക്കുന്നത് 23-ാം തീയതി മുതലാണ്. അതായത് 23-ാം തീയതിയാണ് നടക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് ഈ ഒരു 18-ാം തീയതി മുതൽ 19-ാം തീയതി വരെ രജിസ്ട്രേഷൻ ചെയ്യാം എന്നുള്ളത്. അപ്പോൾ ഇതുവരെ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്ത വിദ്യാർത്ഥികൾക്കും ആ ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് വേക്കൻസി ഒക്കെ നോക്കിക്കൊണ്ട് ഓപ്ഷനുകൾ വെക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് 18-ാം തീയതി മുതൽ 19-ാം തീയതി വരെ സ്പോട്ട് അഡ്മിഷനിൽ രജിസ്ട്രേഷൻ ചെയ്യാം. സ്പോട്ട് അഡ്മിഷൻ രജിസ്ട്രേഷൻ ചെയ്ത ശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് പിന്നീട് ഈ ഒരു സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നത് 23-ാം തീയതിയാണ്. അതായത് 18 മുതൽ 19-ാം തീയതി വരെ രജിസ്ട്രേഷൻ ആയിരുന്നു. 23-ാം തീയതിയാണ് ഈ ഒരു കോളേജ് ലെവൽ ഈ ഒരു സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. നിങ്ങളപ്പോൾ ആ ഒരു സമയത്ത് പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് നിങ്ങൾ വെച്ചിട്ടുള്ള ഓരോ ഓപ്ഷൻസിനും നിങ്ങളുടെ റാങ്ക് എത്രയാണ്, അതുപോലെ കോളേജിൽ എത്ര വീതം സീറ്റാണ് വേക്കൻസി ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കി നിങ്ങൾ കറക്റ്റായിട്ട് അവരുടെ സ്പോട്ട് അഡ്മിഷനായിട്ട് ആ ഒരു കോളേജിൽ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സും ഫീസും സഹിതം പോവുക. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു കോളേജിൽ ഉള്ളത്, അതായത് ഈ ഒരു BCom കോഴ്സിന് ഒരു കോളേജിലുള്ളത് 6 സീറ്റാണ് വേക്കൻസി എന്ന് കരുതുക. നിങ്ങളുടെ റാങ്ക്, അതായത് ഏറ്റവും കുറവ് റാങ്ക് നിങ്ങൾ നോക്കുന്ന സമയത്ത് ആ ഒരു കോളേജിൽ ആ ഒരു BCom കോഴ്സിന് നിങ്ങളുടെ റാങ്ക് എന്ന് പറയുന്നത് അതായത് 10 ആണെന്ന് കരുതുക. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ബാക്കിയുള്ള വിദ്യാർത്ഥികൾ വന്നിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് അവിടെ, അതായത് നിങ്ങൾക്ക് മുമ്പിലുള്ള ആ ഒരു റാങ്കിലുള്ള വിദ്യാർത്ഥികൾ അവിടെ വന്നിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എവിടെയാണോ അഡ്മിഷൻ കിട്ടാൻ സാധ്യത ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കി നിങ്ങൾ ആ ഒരു കോളേജിലേക്ക് പോവുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ കോളേജിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്കിപ്പോൾ ഒന്നിൽ കൂടുതൽ കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കോളേജിൽ നിങ്ങളും അതുപോലെ മറ്റൊരു കോളേജിൽ നിങ്ങളുടെ ആരെയെങ്കിലും, അതായത് നിങ്ങളുടെ വീട്ടിലുള്ള, അതായത് നിങ്ങളുടെ രക്ഷിതാക്കളെയോ അല്ലെങ്കിൽ ബ്രദേഴ്സിനെയോ ഒക്കെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ അതായത് ഓതറൈസേഷൻ ലെറ്ററും സഹിതം നൽകിയിട്ട് അവരെ പറഞ്ഞയക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളുടെ ബ്രദേഴ്സൊക്കെ പോയിട്ടുള്ള ആ ഒരു കോളേജിലാണ്
അഡ്മിഷൻ കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ ആ ഒരു സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ ഫീസും ഒക്കെ അടക്കുന്നതിനായിട്ട് സാവകാശം തരുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് എവിടെയാണോ അഡ്മിഷൻ കിട്ടാൻ സാധ്യത എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ആദ്യത്തെ സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നത് ഈ ഒരു ഗവൺമെൻറ് അതുപോലെ തന്നെ എയ്ഡഡ് കോളേജിലെ വേക്കൻസിയുള്ള സീറ്റുകളിലേക്കായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജിലൊക്കെ നിങ്ങൾക്ക് ഓപ്ഷനുകൾ വെക്കാവുന്നതാണ്. അപ്പോൾ സ്പോട്ട് അഡ്മിഷൻ എന്ന് പറയുന്നത് ഈ ഒരു അലോട്ട്മെൻറ്റ് പോലെ നിങ്ങൾക്ക് ഇന്ന കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടി എന്നുള്ള രീതിയിലല്ല, നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയും ആ ഒരു റാങ്ക് ലിസ്റ്റ് നിങ്ങളുടെ പ്രൊഫൈൽ വഴി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതും റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾക്ക് എവിടെയാണോ അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത എന്നുള്ളത് മനസ്സിലാക്കി നിങ്ങൾ കറക്റ്റായിട്ട് ആ ഒരു കോളേജിൽ അതായത് ഒരു ദിവസം ഉച്ചയ്ക്ക് 12 മണിക്ക് മുമ്പായിട്ട് തന്നെ കോളേജിൽ എത്തിച്ചേരണമെന്ന് പറയും. അപ്പോൾ അങ്ങനെ ആ ഒരു ദിവസത്തിന് മുമ്പായിട്ട്, അതായത് 23-ാം തീയതി ഉച്ചയ്ക്ക് 12 മണിക്ക് മുമ്പായിട്ട് കോളേജിൽ എത്തിച്ചേരാനായിട്ട് പറയും. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ കറക്റ്റായിട്ട് ഇപ്പോൾ 2-3 കോളേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 2-3 കോളേജിലേക്ക്, ഒരു കോളേജിൽ നിങ്ങൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സും അതുപോലെ ഫീസും സഹിതം പോവുക, മറ്റൊരു കോളേജിൽ നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാക്കളെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രദേഴ്സിനെയൊക്കെ അയക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് നിങ്ങളുടെ അച്ഛനോ അമ്മയോ ആരെങ്കിലും അയക്കുക. അതുപോലെ മറ്റൊരു കോളേജിൽ നിങ്ങളുടെ ബ്രദറിനെ അയക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത ബന്ധുക്കളെ ആരെങ്കിലും അയക്കാവുന്നതാണ്. അപ്പോൾ അവരെ അയക്കുന്ന സമയത്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ടും അതായത് അതിൻ്റെ ഒരു കോപ്പിയും അതുപോലെ തന്നെ നിങ്ങളുടെ ഓതറൈസേഷൻ ലെറ്ററും നിങ്ങൾ നൽകേണ്ടതായിട്ട് വരുന്നതാണ്. അതായത് നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു അലോട്ട്മെൻറ്റിൽ നിങ്ങൾ പങ്കെടുക്കുന്നതിനായിട്ട് അതായത് ഈ ഒരു രക്ഷിതാവിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരനെയോ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഓതറൈസേഷൻ ലെറ്ററാണ് നൽകേണ്ടത്. അപ്പോൾ ഇങ്ങനെ നൽകിയിട്ട് അവരെ അതിൽ പങ്കെടുപ്പിക്കാവുന്നതും അതുപോലെ അവരിൽ നിങ്ങൾക്ക്, അതായത് ആര് പോയ സ്ഥലത്താണ്, ആര് പോയ കോളേജിലാണ് അഡ്മിഷൻ കിട്ടുന്നത്, അവിടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യുന്നതിനുള്ള സൗകര്യം ലഭ്യമാകുന്നതാണ്. അപ്പോൾ ഈ രീതിയിലാണ് സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നത്. അപ്പോൾ ഈ ഒരു 23-ാം തീയതിക്ക് ശേഷം പിന്നീട് നടക്കുന്നത് സെൽഫ് ഫിനാൻസ് കോളേജിലെ ആ ഒരു വേക്കൻസി ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അടുത്ത അലോട്ട്മെൻറ്റ് നടത്തുന്നത്, അതായത് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നത്. അതിനായിട്ടുള്ള സ്പോട്ട് അഡ്മിഷനുള്ള രജിസ്ട്രേഷൻ പറയുന്നത് 24-ാം തീയതി മുതൽ 25-ാം തീയതി വരെയാണ് അതിൻ്റെ രജിസ്ട്രേഷൻ വരുന്നത്. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് കോളേജിൽ 26-ാം തീയതി മുതൽ 27-ാം തീയതി വരെ, അതായത് 26 മുതൽ 27-ാം തീയതി വരെ അടുത്തുള്ള നിങ്ങൾ ഓപ്ഷൻ വെച്ച് സെൽഫ് ഫിനാൻസ് കോളേജിലെ നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ് മനസ്സിലാക്കി നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടുമെങ്കിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഈ ഒരു വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടത് ഡിഗ്രി കോഴ്സ് എന്ന് പറയുന്നത് ഏകദേശം സെമസ്റ്റർ ടൈപ്പിലാണ് ഉണ്ടാവുക. അതായത് ഇപ്പോൾ 4 വർഷത്തെ ഡിഗ്രി കോഴ്സ് ആണെങ്കിൽ അത് 8 സെമസ്റ്ററാണ് ഉണ്ടാവും. അതായത് ഓരോ 6 മാസം കൂടുമ്പോഴാണ് ഓരോ സെമസ്റ്റർ വരിക. അതിനനുസരിച്ച് സെൽഫ് ഫിനാൻസിലാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഫീസ് വരുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. സ്പോട്ട് അഡ്മിഷൻ നിങ്ങൾക്ക് ഏതൊരു വിഭാഗത്തിൽപ്പെട്ടുള്ള, അതായത് SC/ST ആയാലോ അല്ലെങ്കിൽ OBC ആയാലോ അല്ലെങ്കിൽ OEC ആയാലോ, അതായത് നിങ്ങൾ ഏത് കാറ്റഗറിയിൽ ഉൾപ്പെട്ട ഒരു വിദ്യാർത്ഥി ആയിരുന്നാലും നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. കാരണം പല വിദ്യാർത്ഥികളും ഞാൻ ഇന്ന കാറ്റഗറിയിലാണ്, എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു കാര്യം പ്രത്യേകം സൂചിപ്പിക്കുന്നത്. ഏതൊരു വിദ്യാർത്ഥിക്കും സ്പോട്ട് അഡ്മിഷന് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ സ്പോട്ട് അഡ്മിഷൻ്റെ നിർദ്ദേശങ്ങൾ വരുന്ന സമയത്ത് നിങ്ങളെ ആ ഒരു വിവരങ്ങൾ കറക്റ്റായിട്ട് അറിയിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.